ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 77ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഓശാന ഞായർ. നോമ്പുകാലം അവസാനിച്ചു. ഇനിയും പീഡാനുഭവ ആഴ്ചയിലേക്ക് അഥവാ ഹാശ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ആഴ്ചയുടെ സമാരംഭം എന്ന രീതിയിൽ ഈ ലോകം മുഴുവൻ ഉള്ള ക്രൈസ്തവർ ഓശാന ഞായറായി ആഘോഷിക്കുകയാണ്. കുരിശ് മഹത്വം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുരിശിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി യേശുവിൻ്റെ മഹത്വപൂർണമായ ദേവാലയ പ്രവേശനം അവതരിപ്പിക്കുകയാണ് സുവിശേഷകൻ. യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിനായി നാം എടുക്കുക. സമാന്തര സുവിശേഷകന്മാരും യോഹന്നാനും ഒരുപോലെ അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ് കർത്താവായ യേശുവിൻ്റെ രാജകീയമായ യെരുശലേം ദേവാലയ പ്രവേശനം. സമാന്തര സുവിശേഷങ്ങളിൽ പീഡാനുഭവത്തിന് മുമ്പായി യേശു തമ്പുരാൻ സ്വയം ഇസ്രായേൽക്കാരുടെ രാജാവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗമായ അടയാളങ്ങളുടെ പുസ്തകം അവസാനിക്കുന്നിടത്ത് മഹത്വത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 12-ാം അധ്യായം 50 വരെയുള്ള വേദഭാഗത്തെ കർത്താവിന്റെ 7 അടയാളങ്ങൾ അടങ്ങുന്ന ഭാഗമായതുകൊണ്ട് അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ നാം മനസ്സിലാക്കുന്നു. എന്നാൽ 13 മുതൽ 20-ാം അധ്യായം 31 വരെയുള്ള വചനഭാഗം മഹത്വത്തിന്റെ പുസ്തകം എന്ന പേരിൽ കർത്താവായ യേശുവിൻ്റെ കുരിശുമരണം മഹത്വമാണെന്നും അതിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിൻ്റെ മഹത്വത്തിലേക്കുള്ള യാത്രയാണെന്നും മനസ്സിലാക്കി മഹത്വത്തിന്റെ പുസ്തകം എന്ന് അതിനെ കുറിച്ച് പണ്ഡിതർ പറയുന്നു. ഈ അടയാളങ്ങളുടെ പുസ്തകത്തിലെ അവസാനത്തെ അടയാളമായ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം അനേകരെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചു. കർത്താവായ യേശുവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ യേശുവിന് ലഭ്യമായിട്ടുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 11-12 തിരുവചനങ്ങളിൽ അവൻ്റെ സ്വന്തമായവരുടെ അടുക്കലേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ സ്വീകരിച്ചവർക്കാകട്ടെ, അവനിൽ വിശ്വസിച്ചവർക്കാകട്ടെ ദൈവപുത്രരാകുവാനുള്ള വരം അവിടുന്ന് നൽകി എന്ന്. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുവിന് സ്വീകരണവും തിരസ്കരണവും ആരംഭം മുതൽ ലഭ്യമായി എന്നുള്ളതാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്തൊക്കെ ഓരോ അടയാളവും യേശു പ്രവർത്തിക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ യേശുവിൻ്റെ എതിരാളികളും ഇതുപോലെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 7ാമത്തെ അടയാളമായ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുക. അവിടെ യേശു വിശ്വസിച്ച ഒരു വലിയ ജനക്കൂട്ടം, അവർ യേശുവിന് അനുകൂലമായി പ്രതികരിക്കുന്നവരാണ്. അതേസമയം തന്നെ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യേശുവിനെ ക്രൂശിക്കുവാനുള്ള ഒരു ചിന്തയിലേക്ക് തന്റെ പ്രതിയോഗികൾ കടന്നു വരികയാണ്. യഹൂദരുടെ 4 പ്രധാന തിരുനാളുകളിൽ യഹൂദ വിശ്വാസികളായവര് ജെറുസലേം ദേവാലയത്തിൽ പോകും. അതിൽ പെസഹ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോയവര്, യേശുവിൻ്റെ അനുയായികളായിട്ടുള്ളവര് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന സംഭവമാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം. ഇവിടെ രണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ വേദഭാഗത്തിന്റെ പ്രമേയം.
സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം തിരുവചനവും സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനവും ഈ യോഹന്നാന്റെ അവതരണത്തിൽ അന്വർത്ഥമാകും. വിജയശ്രീയിൽ ആടിതനായി എല്ലാവരും അംഗീകരിക്കപ്പെട്ട് ജെറുസലേമിലേക്ക് ഇസ്രായേലിന്റെ രാജാവായി കടന്നു വരുന്നവനെ സ്വീകരിക്കുവാനായിട്ട് പുറപ്പെടുന്ന ഒരു ജനസമൂഹം. അവരുടെ സ്വീകരണമാകട്ടെ ഇസ്രായേലിന്റെ രാജാവായി യേശുവിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അവർ പലപ്പോഴും മിശിഹ എന്ന രീതിയിൽ കവിഞ്ഞ് അവരെ നയിക്കുവാനുള്ള ഒരു നേതാവിനെ, ഒരു രാജാവിനെ സ്വപ്നം കണ്ടുകൊണ്ടാകണം യേശുവിനെ സ്വീകരിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇവിടെ സഖറിയയുടെ പുസ്തകത്തിൽ നാം കാണുന്നത്, സിയോൻ പുത്രി നീ സന്തോഷിക്കുക, നിന്നെ ഭരിക്കുവാനുള്ള രാജാവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുന്നു എന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും അതുപോലെ സമാന്തര സുവിശേഷങ്ങളിലും യേശു കടന്നു വരുന്നത് കഴുതക്കുട്ടിയുടെ പുറത്താണ്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കഴുത എന്നും കഴുതക്കുട്ടി എന്നും ഉള്ള പ്രയോഗം നാം കാണുന്നു. ബാക്കി സുവിശേഷങ്ങളിലൊക്കെ കഴുതക്കുട്ടി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സഖറിയയുടെ പുസ്തകത്തിൽ കഴുത എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊരു കുട്ടിക്കഴുതയായിരുന്നു എന്ന് തോന്നിക്കുമാറ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിനുള്ള വിശേഷണമായിട്ട് കഴുതയുടെ, അതിനുശേഷം പറയുകയാണ് കഴുതക്കുട്ടിയുടെ പുറത്ത്. ആ കഴുതയുടെ പ്രായത്തെ പരാമർശിക്കുന്ന ഒരു അവതരണമാണത്. അതുകൊണ്ട് യേശു തന്റെ വാഹനമായി സ്വീകരിക്കുന്നത് കഴുതക്കുട്ടിയെയാണ്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാര് യാത്ര ചെയ്തിരുന്നത് കുതിരപ്പുറത്താണ്. മാത്രമല്ല, യുദ്ധം ജയിച്ചു വരുന്ന രാജാവ് കാഹള അകമ്പടിയോടുകൂടി കുതിരപ്പുറത്ത് ശ്രീലാളിതനായി വരുന്ന ഒരു അനുഭവമാണ് ഇസ്രായേൽക്കാർക്കുള്ളത്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് യേശു തമ്പുരാൻ കഴുതയെ വാഹനമാക്കുന്നത്. കഴുത സമാധാനത്തിന്റെ, ശാന്തതയുടെ പര്യായമാണ്, അതിൻ്റെ ഒരു മൃഗമാണ്. അപ്പോൾ യേശുവിന്റെ രാജ്യത്വം ഐഹികമല്ല എന്നും യേശുവിന്റെ രാജ്യത്വം സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നതാണെന്നും അത് എളിമയുടെ ഒരു വലിയ പ്രതീകമാണെന്നും ഈ ലോകത്തോട് വിളിച്ചു പറയുമാറ് അവിടുന്ന് വാഹനമായി സ്വീകരിക്കുന്നത് കഴുതക്കുട്ടിയെയാണ്. വീണ്ടും ഈ സുവിശേഷത്തിലെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്, യേശു ഇപ്രകാരം അവരുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവർ വിളിച്ചു പറയുന്നു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവരുടെ ഈ കടന്നു വരുന്ന ജനങ്ങൾ അവർ കയ്യിലെടുത്തിരിക്കുന്നത് ഈന്തപ്പനയുടെ കൊമ്പുകളാണ്. ഈന്തപ്പന BC 142 പേർഷ്യക്കാരിൽ നിന്നും ജെറുസലേം പിടിച്ചെടുത്തപ്പോൾ ജനം സന്തോഷം കൊണ്ട് ഈന്തപ്പനയുടെ കൊമ്പുകൾ വെട്ടി എതിരെ ചെന്നു എന്നാണ് നാം വായിക്കുക. മക്കബായരുടെ പുസ്തകം 1-ാം പുസ്തകം 13-ാം അധ്യായം 51-ാം തിരുവചനത്തില് ഇപ്രകാരം ഈന്തപ്പന ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ആരവം മുഴക്കുന്ന ഒരു ജനതയെ നാം കാണുന്നുണ്ട്. ഈ വേദഭാഗം ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈന്തപ്പനയുടെ കൊമ്പുകൾ എന്നുള്ള പരാമർശം ഇവിടെയുള്ളത്. അവരുടെ ആർപ്പുവിളി ഈ ചിന്തയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായ വാഴ്ത്തപ്പെട്ടവൻ. 3 കാര്യങ്ങളാണ് ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം. രക്ഷിക്കണേ എന്നാണ്. പലപ്പോഴും നാം ഹോസാന എന്നതൊരു സ്തുതിപ്പായിട്ടാണ് പരാമർശിക്കുക. പക്ഷേ ഹോസാന എന്നുള്ളതൊരു പ്രാർത്ഥനയാണ്. ബാക്കിയുള്ള ഭാഗം കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായ വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള തിരുവചനങ്ങൾ അവിടെ സ്തുതിപ്പാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ വരുന്ന യേശു ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവനാണ്, ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നവർ അംഗീകരിച്ചിട്ട് പറയുന്നു. അതുപോലെ ഇസ്രായേലിനെ ഭരിക്കുവാൻ കഴിവുള്ള രാജാവാണ് എന്നുള്ള ചിന്ത. കർത്താവിന്റെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ടാണ് അവരെ ആർപ്പു വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ നഥാനിയേല് യേശുവായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവസാനം യേശുവിന്റെ തിരുവചനങ്ങൾ കേട്ടിട്ട് നഥാനിയേൽ ഏറ്റു പറയുന്നു,
റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ് എന്ന്. ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ളത് യേശുവിന്റെ ഒരു ശീർഷകമായി പ്രാരംഭം മുതൽ നാം കാണുന്ന ഒന്നാണ്. ഇവിടെ ഇപ്രകാരം യേശുവിനെ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവനായിട്ടും രാജാവായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറയുന്ന ഒരു സമൂഹത്തിന്റെ മനോഭാവമാണ് ഈ ഹോസാന തിരുനാളിന്റെ ആർപ്പുവിളിയിൽ ഞാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹോസാന എന്നുള്ള ആ വാക്ക് രക്ഷിക്കണേ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 118 സങ്കീർത്തനത്തിലെ 25ഉം 26ഉം തിരുവചനങ്ങൾ ഇപ്രകാരം വിശ്വാസിയുടെ മനസ്സിൽ ഉതരുന്ന പ്രാർത്ഥനയുണ്ട്. രക്ഷിക്കണമേ എന്നുള്ള ദൈവത്തിന് മുമ്പിലുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് അവരെ രക്ഷിക്കുവാൻ പ്രാപ്തനായ ഒരു രാഷ്ട്രീയ വിമോചകൻ എന്ന രീതിയിൽ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉരുവിടുന്ന ഹോസാന എന്നുള്ള ആർപ്പുവിളി. ഇപ്രകാരം യേശുവിന്റെ രാജ്യത്വം ഒരു ഐഹികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്നുള്ള സഖറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം തിരുവചനത്തിലെ വാക്യമെടുത്തുകൊണ്ട് യോഹന്നാൻ ഈ സുവിശേഷത്തെ അങ്ങനെ തിരുവെഴുത്ത് ഉണ്ട് എന്ന് പരാമർശിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു ഇപ്രകാരം എളിമയുള്ള ഐഹികമല്ല ദൈവികമായ രാജ്യത്തിലെ ഒരു രാജാവാണ് എന്നുള്ളതാണ്. ഇപ്രകാരം ലാസറിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവനെ അംഗീകരിച്ച ഈ യേശുവിനെ അംഗീകരിച്ചവര് ഇപ്രകാരം ഒരുമിച്ച് കൂടി നടത്തുന്ന ഈ യാത്രയും അതുപോലെ തന്നെ യേശുവിനെ ഉള്ള എതിരേൽപ്പും ഈ ഹോശാനയുടെ ഞായറാഴ്ചയുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട തത്വമാണ്. കുരിശ് എന്നുള്ളത് വേദനയുടെ ഒരു പര്യായമല്ല, കുരിശ് ശിക്ഷയുടെ അടയാളമല്ല, മറിച്ച് കുരിശ് മഹത്വമാണ്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നുള്ള യേശുവിന്റെ തിരുവചനം അത് അന്വർത്ഥമാകത്തക്ക രീതിയിൽ കുരിശിലേക്കുള്ള യേശുവിന്റെ യാത്രയിൽ മഹത്വപൂർണമായ ഒരു സ്വീകരണം യേശുവിന് കൊടുക്കുന്നത് ദൈവശാസ്ത്രപരമായി പ്രതീകാത്മകമായി ഇവിടെ അന്വർത്ഥമാണ്. ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം യേശുവിന്റെ പെസഹ രഹസ്യങ്ങളുടെ രംഗഭൂമിയാണ്. പ്രതീകാത്മകമായി യോഹന്നാന്റെ ഈ അവതരണ ശൈലി ദൈവശാസ്ത്രപരമായി ആഴമുള്ളതാണ്. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിന് കൊല്ലുവാനായിട്ട് പ്രത്യേകമായി പ്ലാൻ ചെയ്യുന്ന കളമൊരുക്കുന്ന എതിരാളികള് യേശുവിനെ കൊല്ലും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ യേശു ജീവിക്കുന്നവനാണ്, യേശു ലോകരക്ഷകനാണ് എന്നുള്ള ചിന്ത കൂടി ഈ സ്വീകരണത്തിന്റെ പിന്നിലുണ്ട്. ജെറുസലേമിലെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് അതിന്റെ പൊരുൾ മനസ്സിലായി. അതിനു മുമ്പ് ഈ സ്വീകരണ സമയത്ത് തന്റെ ശിഷ്യന്മാർക്ക് ഈ സ്വീകരണത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ സുവിശേഷ ഭാഗം കഴിയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഗ്രീക്കുകാരെ യേശുവിനെ അന്വേഷിച്ച് വരുന്നതായിട്ടാണ്. ഗ്രീക്കുകാരെന്ന് പറയുന്നത് ഒരു വിജാതീയരുടെ കൂട്ടായ്മയാണ്. യേശുവിനെ സ്വീകരിക്കുന്നവരുടെ കൂടെ സ്വജാതീയരും വിജാതീയരും ഉണ്ട് എന്നും ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു സമഗ്രമായ സ്വീകരണത്വം യേശുവിന് ലഭ്യമായി എന്നും സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതേസമയം തന്നെ യേശുവിനെ കൊല്ലുവാനുള്ള പ്രതിയോഗികള് അവരുടെ മനസ്സിൽ യേശുവിനെതിരായിട്ടുള്ള ചിന്തകള് പ്രത്യേകമായിട്ടുണ്ടാകുന്നു. രണ്ട് മനോഭാവമുള്ളവരെ ഇവിടെ നാം കാണുകയാണ്. യേശുവിൽ വിശ്വസിച്ചവരെ അവനെ സ്വീകരിക്കുന്നവർ, യേശുവിൽ ഇടറി അവനെ കൊല്ലുവാൻ ശ്രമിച്ചവർ. നാം ഇവിടെ ആത്മശോധന ചെയ്യണം. നാം ഏത് കൂട്ടത്തിൽ പെടുന്നവരാണ്? വിശ്വാസത്തിന്റെ പാതയിലൂടെ നടന്ന് അവിടുത്തെ സ്വീകരിക്കുന്നവരുടെ ഗണത്തിൽ നാം എണ്ണപ്പെടുവാൻ പറ്റുന്നവരാണോ? അതോ പാപം വഴിയായിട്ട് യേശുവിന് കുരിശൊരുക്കുന്നവരുടെ കൂട്ടായ്മയിലാണോ നാം? ഈ നോമ്പിന്റെ അവസാനം കർത്താവിന്റെ പീഡാനുഭവ ചിന്തകളിലേക്ക് നാം കടക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ നാം പരിശോധിക്കണം, നമ്മുടെ മനോഭാവങ്ങളെ നാം പരിശോധിക്കണം. സ്വർഗീയ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരുങ്ങുന്ന നാം എപ്രകാരമുള്ള മനോഭാവത്തോടെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ സ്വീകരിക്കേണ്ടവനാണ്. അപ്പോൾ പരിസയരുടെ മനോഭാവത്തോടെയല്ല, മറിച്ച് യേശുവിനെ സ്വീകരിച്ചവരുടെ മനോഭാവത്തോടെ യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് അവിടത്തേക്ക് ഹോസാന എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, നീ ഇസ്രായേലിന്റെ ദൈവമാണെന്ന് രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ
സ്വീകരിക്കുവാനായിട്ടുള്ള മനോഭാവം ഉണ്ടാകണം. ഈ ഓശാന തിരുനാളിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നാം കുരുത്തോലകളും പൂക്കളും കയ്യിലേന്തി ഈ തിരുനാൾ നാം സന്തോഷം കൊണ്ടാടുന്നു. ലോകത്തിലെമ്പാടും ഈ വലിയ തിരുനാൾ കൊണ്ടാടുമ്പോൾ വലിയ സ്വീകരണത്തിന്റെ, യേശുവിന്റെ നൈർമല്യത്തിന്റെ, യേശുവിന്റെ രാജ്യത്വത്തിന്റെ വലിയ ഒരു അംഗീകാരമായിട്ട് നാം അതിനെ കാണുകയാണ്. ഈ പൂക്കളും ഈ കുരുത്തോലയും ഒക്കെ നൈർമല്യത്തിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ കുരുത്തോലകൾ, ഈ നൈർമല്യത്തിന്റെ ചിന്തകൾ ഉയർത്തട്ടെ. നാം ഈ ഓശാന ഞായറാഴ്ച പിടിക്കുന്ന കുരുത്തോലയും നാം വിതർന്ന പൂക്കളും കർത്താവായ യേശുവിനെ സ്വീകരിക്കുവാനുള്ള എളിമയോടെ, നൈർമല്യത്തോടെ അവിടെ സ്വീകരിക്കുന്നതിന്, അവിടുന്ന് ദൈവപുത്രനാണെന്നും ഇസ്രായേലിന്റെ രാജാവാണെന്നും അവർ ഏറ്റുപറഞ്ഞതുപോലെ ഞങ്ങളുടെ രക്ഷകനാണ് നീ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എന്നർത്ഥമുള്ള ഓശാന ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തു വരുവാൻ തക്കവണ്ണം നമ്മെ ക്രമീകരിക്കുന്നതിന് ഈ ഓശാന ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. സ്നേഹമുള്ളവരെ, ഈ ഓശാന കർത്താവിന് മഹത്വപൂർണമായ യെരുശലേം പ്രവേശനമാണ് എങ്കിൽ അത് മഹത്വത്തിലുള്ള കുരിശുമരണത്തിലേക്കും അതിനുശേഷമുള്ള ഉദ്ധാനത്തിലേക്കുമുള്ള യാത്രയുടെ ആരംഭമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഓശാന തിരുനാളിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. നല്ലവനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.